ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ ഫൈനൽ പാർട്ട് 1 ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ സിയേന ഒരു പാർട്ടിയിൽ വെച്ചിട്ട് നാണം കെടുത്താനായിട്ട് ഒരു പെൺകുട്ടി ശ്രമിച്ചില്ലേ, ആ ഒരു പെൺകുട്ടീനെ വിളിച്ചു വരുത്തും. അവളുടെ പേര് എയ്മി എന്നാണ്. എയ്മി വന്നിരുന്ന ഉടനെ തന്നെ, നീ ഒരുപാട് നാളായിട്ട് സിയേന നാണം കെടുത്താനായിട്ട് നടക്കുവാണെന്ന് എനിക്കറിയാം, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി തരാം. അത് നീ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നിനക്കൊരു വലിയ കമ്പനിയുടെ പ്രോജക്റ്റും തരാം. അതുമല്ലാണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷും നിനക്ക് തന്നേക്കാന്ന് പറയും. എന്താ മിസ്റ്റർ സിയാൻ, മിസ്റ്റർ കിം പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് എല്ലാം ചെലവാക്കാനായിട്ടാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി 5 ഗ്രൂപ്പിന്റെ CEO ആയിട്ടുള്ള മിസ്റ്റർ കിമ്മും സിയാനും പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഈ ഒരു വിവരം പുറത്തുള്ള ആർക്കും തന്നെ അറിയാൻ പാടില്ല. കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. മിസ്റ്റർ കിമ്മിന്റെ മേത്താണല്ലോ ഇപ്പൊ എല്ലാ കുറ്റവും വന്നിട്ടുള്ളത്. അയാള് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് എല്ലാം സിയാന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിപ്പോ എയ്മി എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി അത് വെച്ച് സിയാന ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കും. ഇതേ നോക്കി എയ്മി, ശത്രുവിന്റെ ശത്രു മിത്രമെന്നല്ലേ പറയുന്നത്. നിനക്ക് സിയാന ഇഷ്ടമല്ല, എനിക്ക് സിയാനെ കൊണ്ട് ഒരാവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവളെ തകർക്കാം. എന്താ, ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് നല്ല പ്ലാൻ ആണെന്ന് എയ്മിക്കും മനസ്സിലാകും. അങ്ങനെ എയ്മിയും ഓക്കെ അടിക്കും. ഇവിടെ നടക്കുന്ന പ്ലാനുകളൊന്നും മനസ്സിലാക്കാണ്ട് മാരേജ് കഴിഞ്ഞ് 100ാമത്തെ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാറി മാറി വായിലൊക്കെ വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ സിയ മനസ്സിൽ, ഇതാണ് പറ്റിയ ചാൻസ്. ഈ ചാൻസ് യൂസ് ചെയ്ത് എന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഞാനിന്റെ അടുത്ത് തുറന്നു പറയാം. എങ്ങനെയെങ്കിലും ഇവനെ സെഡ്യൂസ് ചെയ്ത് ഇന്ന് ഒന്നായിട്ട് ഇരിക്കണം, എന്നാലേ ലൈഫ് ലോങ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിൽ ഇങ്ങനെ പറയും. അങ്ങനെ തന്നെ ഞാനിന്റെ അടുത്ത്, നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് നേരെ റെസ്റ്റ് റൂമിലേക്ക് പോകും. ആ ടൈമിനാണ് യാനിന് പിയുടെ അടുത്ത് നിന്നും കോള് വരുന്നത്. 5 ഗ്രൂപ്പിന്റെ CEO മിസ്റ്റർ കിം ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്തിട്ടില്ലേ, അതില് സിയ മാഡത്തിന്റെ കമ്പനിയിൽ ആർക്കോ പങ്കുണ്ട്. മിസ്റ്റർ കിം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതിന് മുമ്പ് സിയ മാഡത്തിന്റെ കമ്പനിയിലുള്ള ആർക്കോ എല്ലാ ക്യാഷും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, ആർക്കാണ് കൊടുത്തതെന്ന് ഇതുവരേക്കും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. എന്തൊക്കെ വന്നാലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ ആർക്കാണ് മിസ്റ്റർ കിം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ബാധിക്കപ്പെടുന്നത് എന്റെ വൈഫ് സിയയും സിയയുടെ കമ്പനിയുമായിരിക്കും. അതുകൊണ്ട് നീ ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് നീ അത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് ഞാൻ തിരിഞ്ഞു നോക്കും. ആ ടൈമിന് നമ്മുടെ സിയ ആണെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് പയ്യെ നടന്ന് യാനിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. എന്താണിത്, ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ, എന്താ ഇങ്ങനെ ഒരു വേഷത്തില് വന്ന് നിന്നേന്ന് ചോദിക്കും. അപ്പൊ തന്നെ സിയയും, ഇന്നെന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോ എന്തായാലും സ്പെഷ്യൽ ആയിട്ടിരിക്കണം, അപ്പൊ എന്റെ വക കോൺട്രിബ്യൂഷൻ ഇതാണെന്ന് പറയും. സിയ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് യാനിനാണെങ്കിലും മനസ്സിലാവുന്നേ ഇല്ല. നീ എന്താണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്നൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഓ, ഈ മരമണ്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടത് വേസ്റ്റ് ആയി എന്നും പറഞ്ഞിട്ട് സിയ ഭയങ്കര ദേഷ്യത്തിൽ എഴുന്നേറ്റ് നടന്നു പോകും. അപ്പൊ തന്നെ ഞാൻ വന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നേരെ സോഫയിലേക്ക് കിടക്കും. നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായെന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ സിയന കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കിസ്സൊക്കെ ചെയ്ത് വേറെ എന്തിലേക്കോ കടക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോ അവിടെ കട്ടായിട്ട് പിയുടെ അടുത്ത് നിന്നും യാനിന് കോള് വരും. ആദ്യം പുള്ളിക്കാരൻ ആ കോള് ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കോള് വന്നോണ്ടേയിരിക്കും. ഇത് കാണുമ്പോൾ സിയയും എന്തായാലും എന്തെങ്കിലും അത്യാവശ്യമില്ലാണ്ട് പിയെ ഇങ്ങനെ വിളിക്കില്ല, കോളെടുത്ത് സംസാരിച്ചിട്ട് വരാനായിട്ട് പറയും. സിയയുടെ മുമ്പിൽ താൻ നല്ല കൂളാണെന്നൊക്കെ ആക്ട് ചെയ്ത് ഫോണും എടുത്ത് വേറൊരു റൂമിലേക്ക് ചെല്ലും. ദുഷ്ട, നിനക്ക് ഈ ടൈമിന് മാത്രമേ കോള് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വേറൊരു റേഞ്ചിലേക്ക് എത്തുമായിരുന്നു എന്നറിയും. സാർ, അതൊക്കെ നമുക്ക് പിന്നീടാണെങ്കിലും നടത്താം, പക്ഷെ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം കേട്ടാ സാർ എന്തായാലും ഷോക്കാകും. മിസ്റ്റർ കിമ്മുമായിട്ട് പാർട്ട്ണർഷിപ്പ് വെച്ചിരുന്നത് വേറെ ആരുമല്ല, സിയ മാഡത്തിന്റെ അങ്കിളിന്റെ മകനായിട്ടുള്ള സിയാനാണെന്ന് പറയും. ഇത് കേട്ട് ഞാൻ അത്ര വലിയ രീതിക്ക് ഷോക്ക് ആവുന്നൊന്നുമില്ല. ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്തായാലും നിനക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് സിയയുടെ അടുത്തേക്ക് ചെല്ലും. സിയ ആണെങ്കിലും ഇവനിപ്പോ വരും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ഉറങ്ങി പോയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ യാനും സങ്കടമൊക്കെ വരും. എന്തായാലും ഇവള് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് യാൻ സിയേനെയും കോരിയെടുത്ത് അവളുടെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുമ്പോൾ സിയ ചാടി എഴുന്നേക്കും. അയ്യോ, കറക്റ്റ് ആയിട്ടുള്ള ടൈമിന് ഞാൻ ഉറങ്ങിപ്പോയല്ലോ, നിന്നെ തന്നെ തല്ലണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭ്രാന്ത് കയറി നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഒരു ഫാഷൻ ഷോ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ സിയ ഇരുന്ന് ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് സിയയുടെ പിയെ അടുത്തേക്ക് വരും. യാനും സ്കൂൾ ടൈമിന് കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ എടുത്ത് സിയക്ക് കാണിച്ചു കൊടുക്കും. ബട്ട് ഫോട്ടോയിൽ ആ പെൺകുട്ടിയുടെ ഫേസ് ക്ലിയർ
ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ സംതിങ് എന്തോ സിയക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ പിയുടെ അടുത്ത് യാനിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയപ്പോ നിനക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ പിയെയും ഞാൻ മിസ്റ്റർ ജെയ്സന്റെ കമ്പനിയിലേക്ക് ആദ്യം ചെല്ലുന്നത് ഒരു മോഡലിനെ തപ്പിയാണ്. അപ്പോ മിസ്റ്റർ ജെയ്സൺ നേരിട്ട് തന്നെയാണ്. മിസ്റ്റർ ജെയ്സൺ എന്ന് ഇപ്പോ ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോന്റെ പി എ ആണല്ലോ. ആ പി എ നേരിട്ട് തന്നെയാണ് ഹീറോന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് തന്നതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് എന്തോ സ്ട്രൈക്ക് ആകും. അപ്പോ ഞാനല്ല ഇവനെ വെച്ച് പ്ലാൻ ചെയ്തത്, അവനാണ് എന്നെ വെച്ച് സംതിങ് എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരി നേരെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലും. ഹീറോന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് വീഴാനായിട്ട് ഒരുപാട് ഗുണ്ടകളെയൊക്കെ നമ്മുടെ സിയ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അവരുടെ അടുത്താണ് ഇപ്പോ ചെന്നിട്ടുള്ളത്. അന്ന് നിങ്ങൾ ഞാൻ തന്ന ക്യാഷിനായാലും ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും വേറെ എക്സ്ട്രാ ക്യാഷ് തന്നായിരുന്നോ? സത്യം എന്തായാലും നിങ്ങൾ എന്റെ അടുത്ത് തുറന്നു പറയണം. സത്യം പറയാനായിട്ട് മടിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേത്ത് കേസ് കൊടുക്കും. പിന്നെ നിങ്ങൾക്കായിട്ട് തന്ന ആ ക്യാഷ് പോലും നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് സിയ നല്ല രീതിക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. മാഡം, ഞങ്ങൾ എല്ലാവരും സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണ്. ആരെങ്കിലും ക്യാഷ് തന്നാൽ അവര് പറയുന്ന പോലെ ഞങ്ങൾ അഭിനയിക്കും. നിങ്ങൾ ഇതേപോലെ ഞങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഞങ്ങളുടെ അടുത്ത് എക്സ്ട്രാ കുറച്ച് ക്യാഷ് തന്ന് ഞാൻ നിങ്ങളെ അടിക്കുമ്പോൾ 10 അടി ദൂരെ മാറിപ്പോയി വീഴണം, അയാളെ ഒരു ഹീറോ ആക്കി കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്കും എന്തോ പോലെയൊക്കെ ആകും. അപ്പോ ഞാൻ സാധാരണ ഒരു മോഡലല്ല, അവന്റെ പിന്നിലും എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ യാനിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ യാനിനും സിയ തന്നെ അവോയ്ഡ് ചെയ്യുവാണെന്ന് മനസ്സിലാകും. അങ്ങനെ തന്നെ സിയയുടെ അടുത്ത് എന്താ സിയ, നീ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്റെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഞാനിപ്പോ ചോദിച്ചാലും നീ എന്റെ അടുത്ത് തുറന്നു പറയില്ല. നിനക്ക് എപ്പോഴാണ് അതെന്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് തോന്നുന്നത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നോളാന്ന് പറഞ്ഞിട്ട് സിയ യാനിനെയും അവോയ്ഡ് ചെയ്തു പോകും. യാനിനും എല്ലാ സത്യങ്ങളും സിയയുടെ അടുത്ത് തുറന്നു പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഇത് മറച്ചു വെച്ചിരിക്കുന്നത്. ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട്. പക്ഷെ അവള് നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞു. ഞാൻ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് സിഗരറ്റ് ഒക്കെ വലിച്ച് പുള്ളിക്കാരൻ ഒരു ബാറിൽ ഇരിക്കുമായിരിക്കും. ആ ടൈമിന് ഹെയ്മി അങ്ങോട്ടേക്ക് വരും. എന്താ മിസ്റ്റർ യാൻ, താങ്കൾ ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരു വേഷം മറഞ്ഞു തുടങ്ങിയോ? നിങ്ങളാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് എത്രയും പെട്ടെന്ന് സിയ കണ്ടെത്തുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഞാനൊന്ന് ഷോക്കാകും. അല്ല, നീ അത്രക്ക് ഷോക്കൊന്നും ആവണ്ട, ഒന്ന് കുറച്ചു നിന്നോ. നീയാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് അവള് കണ്ടെത്തിയ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ കാരണമാണ് അവളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാല് അവള് നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ ആവശ്യമില്ലാണ്ട് എന്റെ കാര്യത്തിലൊന്നും ഇന്ററപ്റ്റ് ആവരുത്. അവളുടെ അടുത്ത് എപ്പോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അധികം എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന് പറയും. ഓക്കെ മിസ്റ്റർ ജെയ്സൺ, ഞാൻ എന്തായാലും ഈ കാര്യം സിയയുടെ അടുത്ത് തുറന്നു പറയുന്നില്ല. ഞാനെങ്ങനെ സിയയുടെ അടുത്ത് ഈ കാര്യം തുറന്നു പറയാണ്ടിരിക്കണമെങ്കിൽ സിയയുടെ കൂടെ നിങ്ങളിപ്പോ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ഇല്ലേ, അത് ക്യാൻസൽ ചെയ്ത് എന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണമെന്ന് അറിയും. എന്ത് പ്രോബ്ലം വന്നാലും അതെവിടെ വെച്ച് എങ്ങനെ എപ്പോ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ അതിന്റെ ഇടയിലേക്ക് വരണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കും. ആ ടൈമിന് എയ്മി ആണെങ്കിലോ വേണോന്ന് വെച്ച് ഞാനെന്റെ മേത്തേക്ക് വീഴും. ഈ ഒരു സീൻ വേറൊരാള് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോ നമ്മുടെ സിയയുടെ കയ്യിലും എത്തും. ഇത് കണ്ട് ഭയങ്കര ദേഷ്യത്തില് നേരെ ഹീറോനെ കാണാനായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴോ മിസ്റ്റർ ജെയ്സന്റെ സീറ്റിലാണ് നമ്മുടെ യാൻ ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം സിയക്ക് മനസ്സിലാകും. അപ്പോ മിസ്റ്റർ ജെയ്സൺ, നീയാണല്ലേ, എന്തിനാണ് നീ എന്റെ അടുത്ത് ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചത്? അപ്പോ നീ എന്നെ ഇത്രയും നാള് ചീറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. യാനിനാണെങ്കിലും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. മനസ്സ് മൊത്തം ബ്ലാങ്ക് ആണ്. അത് എന്നും പറഞ്ഞിട്ട് ഒന്ന് ഷോക്കായിട്ട് ചാടി എഴുന്നേൽക്കും. അപ്പൊ തന്നെ സിയ ഭയങ്കര ദേഷ്യത്തില് ആരംഭം മുതൽ തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ നടന്ന ഓരോ ചെറിയ ഇൻസിഡന്റ് പോലും ഒളിവും മറവും ഇല്ലാണ്ട് നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് നീ എന്താണ് എന്റെ അടുത്ത് ചെയ്തത്? എന്റെ മുമ്പിൽ ആക്ട് ചെയ്യുമായിരുന്നു, അതും ഒരു സംശയം പോലും തോന്നാത്ത വിധം. അപ്പൊ നീ എന്റെ അടുത്ത് കാണിച്ച ലവ് എല്ലാം ഫേക്ക് ആയിരുന്നു. എന്റെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്ടിരിക്കാൻ നിന്റെ അടുത്ത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. എന്നാലും നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു. ഈ സത്യങ്ങളെല്ലാം ഞാനിപ്പോ അറിഞ്ഞു. ഇനി ഒരിക്കലും നിന്നോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിനക്ക് ഡിവോഴ്സ് തന്നേക്കാന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് പോകും. ഇവരിങ്ങനെ ബ്രേക്കപ്പ് ആയ വിവരം സിയാനും അറിയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് കണ്ട് വല്ലാണ്ട് ഹാപ്പി ആകും. അതേ ടൈം സിയ നേരെ ഓഫീസിലേക്ക് എത്തും. അപ്പൊ തന്നെ പി എ ഓടി വന്ന്, മാഡം, നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ മോഡൽസും ഇപ്പോ ലീക്കായി എന്ന് പറയും. ഇതിനെല്ലാം കാരണം മിക്കവാറും യാനായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും എന്റെ അടുത്ത് ലവ് ഉള്ള പോലെ ആക്ട് ചെയ്ത് വന്നതെന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് ഞാൻ എന്റെ മേത്ത് ഡൗട്ട്
ഡൗട്ട് ഒക്കെ വെക്കുന്നുണ്ട്. അത് വലിയൊരു ദേഷ്യമായിട്ട് തന്നെ മാറും. ഈ ചാൻസ് യൂസ് ചെയ്ത് സിയാനും നേരെ സിയയുടെ അടുത്തേക്ക് വരും. എന്തായാലും നീ അതൊക്കെ വിട്, നിന്റെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഞാൻ മിസ്റ്റർ പീറ്ററിന്റെ അടുത്ത് നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് നൈറ്റ് രണ്ടുപേർക്കും കൂടി മിസ്റ്റർ പീറ്ററിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. എന്തായാലും തന്നെ വിട്ട് കഴിഞ്ഞാല് നെക്സ്റ്റ് മിസ്റ്റർ പീറ്ററിന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും സിയ പോകുന്നതെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഞാൻ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തും. ആക്ച്വലി പീറ്ററും ഞാനും പാർട്ട്നേഴ്സും കൂടിയാണ്. അങ്ങനെ സിയ പീറ്ററിന്റെ അടുത്ത് അവളുടെ പ്രോജക്റ്റിനെ പറ്റി പറയുമ്പോ പീറ്റർ ആണെങ്കിലോ എനിക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടമായി, പക്ഷെ ഞാൻ ഇതിന് ഓക്കെ പറയണമെങ്കിൽ എന്റെ പാർട്ട്ണറും കൂടി ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ട് ഓക്കെ അടിക്കണം, എന്നാലേ എനിക്ക് ഇതിൽ സൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്കോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. എനിക്ക് ഈ പ്രോജക്റ്റും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പൊ തന്നെ ഞാൻ പുറകെ ചെന്ന് സിയനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് നിർബന്ധിച്ചു വലിച്ചു കൊണ്ടുപോകും. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നീ എനിക്ക് ടൈം തന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട, നീ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് സിയ ഒരുപാട് ഒച്ച വെക്കും. എങ്ങനെ ഈ ഒരു ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യണമെന്നറിയാണ്ട് ഞാൻ അങ്ങനെ തന്നെ സിയനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. സിയ ഒരുപാട് തടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാനാണെങ്കിലോ വിടാണ്ട് വീണ്ടും പിടിച്ച് സിയനെ കിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടുവരുന്ന സിയാനും ഓടി വന്ന് യാനിനെ തള്ളി മാറ്റും. അപ്പൊ തന്നെ യാനിനും ഒരുപാട് ദേഷ്യം കയറും. ഇത് എനിക്കും എന്റെ വൈഫിനും ഇടയിൽ നടക്കുന്നതാണ്, അതിന്റെ ഇടയിലേക്ക് നീ വരണ്ടാന്ന് പറയും. ശരി, സിയാൻ നമ്മുടെ ഇടയിലേക്ക് വന്ന ഒരാളാണ്, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉള്ളതല്ലേ, ഞാനല്ലേ ബാധിക്കപ്പെട്ട ആള്. ഞാൻ പറയുവാണ്, നീ എന്റെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല. നമ്മൾക്കിടയിലുള്ളതെല്ലാം ഞാനിപ്പോ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനിയും നീ എന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് സിയാനുമായിട്ട് അവിടെ നിന്ന് പോകും. എന്നാലും ഞാനാണെങ്കിലോ വിടാണ്ട് ഇവളുടെ പുറകെ അവളുടെ വീട് വരെ ചെല്ലും. അപ്പോ സിയാൻ ഇവനെ സ്റ്റോപ്പ് ചെയ്ത്, എന്തായാലും സിയ പറഞ്ഞല്ലോ നീയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന്, ഇനിയെങ്കിലും അവളെ ഒന്ന് വിട്ടൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഞാനിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കയറും. അത് പറയാൻ നീ ആരാണ്? ഇപ്പോഴും അവൾ എന്റെ വൈഫാണ്. അപ്പോ ഞങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാന്ന് പറയും. ആ ടൈമിന് സിയ പുറത്തേക്ക് ഇറങ്ങി വരും. അതിനൊന്നും ഇനി ഒരു ചാൻസും ഇല്ല. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും നീ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു പേപ്പേഴ്സ് ഒക്കെ വാങ്ങിച്ച് വലിച്ചു കീറി കളയും. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നോക്കാം, നിന്റെ അടുത്ത് നിന്നും ഞാൻ ഡിവോഴ്സ് വാങ്ങുമെന്ന് പറഞ്ഞ് ശബ്ദമൊക്കെ ചെയ്ത് സിയ നേരെ അകത്തേക്ക് കയറി പോകും. അപ്പൊ തന്നെ സിയാനും, ഇനി നിനക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഇനി ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് പറയും. അപ്പൊ തന്നെ ഞാനും ഭയങ്കര ദേഷ്യത്തില് ഹീറോയിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് നടക്കും. ഇത് കാണുമ്പോ തന്നെ സിയാൻ യാനിനെ സ്റ്റോപ്പ് ചെയ്യും. നീ എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? പുറത്തേക്ക് പോവാനായിട്ടുള്ള വഴി ലെഫ്റ്റിലാണ് ഉള്ളതെന്ന് പറയും. ദേ, നിനക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാനിപ്പോ സിയനെ മാരേജ് ചെയ്തു. അപ്പൊ തന്നെ അടുത്തുള്ള ഈ വില്ലയുണ്ടല്ലോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അവന്റെ വീട്ടിലേക്ക് നടക്കും. ഇത് കണ്ട് ഷോക്കായിട്ട് സിയാനും നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കാണ്. നെക്സ്റ്റ് ഫൈനൽ പാർട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഫൈനൽ പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.